ചിപ്പി. ശരി ശരി. ചിപ്പി ഞാൻ ഈ ചിപ്പി എന്നുള്ള പേര് സൗഭാഗ്യ സ്വന്തമായിട്ട് ഈ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ അങ്ങനെ തോന്നണമല്ലോ. അത് എങ്ങനെയാണ് ഈ ചിപ്പി എന്നുള്ള പേര് വന്നത്? എന്റെ ഓർമ്മയില് എന്റെ ഓർമ്മയില് അത് തന്നെ കറക്റ്റ്. ഞാൻ ഇങ്ങനെ എന്തൊന്നൊക്കെയോ പറഞ്ഞ ഈ മറ്റേ നമ്മളെ നാടൻ ബ്രീഡ്സിനെ കീപ്പ് ചെയ്യണമെന്നൊക്കെ ഡോഗ്സിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ അത് ഈ കാണുന്ന റോഡിൽ കാണുന്ന നാടൻ ബ്രീഡൊന്നും അല്ല. ഇതൊക്കെ മറ്റേ ഈ ബ്രിട്ടീഷ് കോളനൈസേഷന്റെ സമയത്ത് പുറത്തായ കുറെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഇന്റർ ബ്രീഡൊക്കെ ആയി ഉള്ളതാണ് ഈ റോഡിലുള്ളത് എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയും. ഫോർ എക്സാമ്പിൾ ചിപ്പിപ്പാറ എന്നാണ്. ചിപ്പിപ്പാറ എവിടെയാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിപ്പിപ്പാറ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഞാൻ ചിപ്പിപ്പാറ ചിരിച്ചോണ്ടിരിക്കണ പോലെ തോന്നി. അപ്പൊ ഈ സെക്യൂരിറ്റി അയ്യോ ഇതിന്റെ ശരിക്കുള്ള പേര് ചിപ്പിപ്പാറയെന്നാ. അയ്യോ ചിപ്പി. ഞാൻ ഇനി ചേട്ടനെ ചിപ്പി എന്ന് വിളിക്കുള്ളൂ. അന്ന് അങ്ങനെ തീരുമാനിച്ചാണ് ഈ ചിപ്പി എന്നുള്ളത്. ഈ അർജുൻ ഏത് ടൈപ്പ് ഓഫ് ഡാൻസ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? വെസ്റ്റേണോ? അങ്ങനെയൊന്നുമില്ല, എനിക്കെല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. സൗഭാഗ്യോ? എനിക്ക് ചേട്ടൻ കൂടുതൽ ക്ലാസിക്കൽ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടം. പക്ഷെ ക്ലാസിക്കൽ ചെയ്ത വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിരിക്കുന്ന കുറവാണ്. എനിക്ക് പേടി ക്ലാസിക്കൽ കുറെ നാൾ മുമ്പ് നിർത്തിയതാണ്. അപ്പം ഇപ്പം വെയിറ്റ് ഒക്കെ ഗെയിൻ ചെയ്തതിന് ശേഷം മറ്റേ പഴയതുപോലെ പോവോ ചെയ്യോ ഓവർ കോൺഷ്യസ് ആവും. മറ്റേ ഞാൻ ക്ലാസിക്കൽ ചെയ്യണമെന്ന് എല്ലാവരും അന്തം വിടുമേ നീയാ. എനിക്ക് അതുകൊണ്ടും കൂടി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിട്ടുണ്ട്. എന്നാ ഇത് തന്നെ നോർമലി എല്ലാരും അങ്ങ് തീരുമാനിക്കില്ല ക്ലാസിക്കൽ ചെയ്താൽ ഫെമിനിൻ ആയി പോകുന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. അല്ലാതെ നമുക്ക് ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ പറ്റും. അതിന് ഉത്തമ ഉദാഹരണമാണ് ചിപ്പി. ഉത്തമ ഉദാഹരണമല്ല, വൺ ഓഫ് ദ ഉദാഹരണമാണ് ചിപ്പി. ചിപ്പി ഗെയിംസ് കളിക്കാൻ, ഈ വീഡിയോ ഗെയിംസ് അങ്ങനെ കളിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. റിബൺ വെച്ചിട്ട് ഗെയിം കളിക്കാറുണ്ടോ? റിബണോ? റിബൺ കെട്ടി സ്കൂളിൽ പോയിട്ടുണ്ടോ? റിബൺ കെട്ടി പോയിട്ടുണ്ട്. ആ റിബൺ പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് ഗെയിം ആയിട്ട് അത് എപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ടോ? മുടിയിൽ കെട്ടിയ റിബൺ മുടി തന്നെ ഇരിക്കും. അലുവേണ് ഇങ്ങോട്ട് വരാൻ പോണല്ലേ? അതെ, എനിക്ക് മനസ്സിലായി. അങ്ങനെ സൗഭാഗ്യ എന്റെ വീട്ടിൽ റിബണേ ഇല്ലായിരുന്നു. റിബൺ ഇല്ലല്ലോ. റിബൺ ഇല്ലാത്തവർക്ക് പറ്റിയ ഗെയിമാണിത്. റിബൺ കെട്ടിയവർക്ക് അവർ കെട്ടുന്നത് ഇതുവരെ അഴിച്ചു നോക്കിയിട്ടില്ല. അപ്പൊ അവർ അഴിച്ചു നോക്കിയിട്ട് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇത് റിബൺ വെച്ചുള്ള ഗെയിമാണ് വരാൻ പോകുന്നത്. യെസ്, റിബൺ വെച്ചുള്ള ഒരു കിടിലൻ ഗെയിമാണ്. ഒട്ടും പാടില്ല, ഭയങ്കര സിമ്പിൾ ആണ്. റെഡി? പറയുമ്പോ എനിക്കൊരു ഞാൻ അങ്ങനെ ചെയ്യൂ. അങ്ങനെ ചെയ്യൂ. അങ്ങനെ ചെയ്യൂ. അങ്ങനെ ചെയ്യൂ. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് ഞാൻ എപ്പോഴും കണ്ടപ്പോ ചെയ്യിപ്പിച്ചു. ഞാൻ ചില സമയത്ത് അങ്ങനെ ആയി പോകുന്നതാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും എന്റെ ഡാർലിങ്സ് അല്ലേ, നിങ്ങളോട് ഞാൻ അങ്ങനെ ചെയ്യില്ല. അപ്പൊ ഇത് അർജുനും സൗഭാഗ്യം കളിക്കാൻ പോകുന്ന ഗെയിമാണിത്, റിബൺ ഗെയിം. മനസ്സിലായോ? എനിക്ക് യെല്ലോ മതി. എന്താ? ഇതൊരു വൃത്തിയില്ല. ഓഹോ, അപ്പൊ വൃത്തിയില്ലാത്ത സക്കുട്ടിക്ക് ഇരിക്കട്ടെ. സക്കുട്ടി റെഡ് പിടിച്ചോ. ഈ അർജുൻ ഇവിടെ നിന്ന് പറയാണ്, ഞാൻ സ്കൂളിൽ ഒരുപാട് പെമ്പിള്ളേര് റിബൺ അഴിച്ചിട്ടുണ്ടെന്ന്. പറഞ്ഞു റിബൺ അല്ലേ? അത് കുഴപ്പമില്ല, വേറെ ഒന്നല്ല. അപ്പൊ ആ കഴിവ് ഇവിടെ തെളിയിക്കണം. അതായത് ഞാൻ ഈ റിബണിന്റെ ഇതുണ്ടോ, ഇതിങ്ങനെ താഴെ വെക്കും, എന്നിട്ട് റിബണിന്റെ ഇങ്ങനെ ഈ അറ്റം കയ്യിൽ തരും. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റത്ത് ഇങ്ങനെ പിടിച്ചിട്ട് അത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് കയ്യിൽ ഫുൾ അല്ല 1 മിനിറ്റ് സമയത്തിൽ ഇത് തീർക്കണം. അപ്പൊ അർജുൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഈ ഗെയിം എന്തായി തീരും എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് തുടങ്ങാം. മ്യൂസിക്. എന്തത്? ഒരു ലാലഡ്ര പോലെ ഒരു ചെരിവ്. നീ പോടാ മോനെ ദിനേശ. എന്തോ എങ്ങനെ നീ കണക്ക് ഓടിച്ചിട്ടുണ്ടോ? ഒരു മിനിറ്റ് അറിയാം. സമയം ചേർന്നു. കടച്ചിലല്ല, കൈപ്പണിയാ കൈപ്പണി. പോരട്ടെ അങ്ങനെ തന്നെ. ഇനി സമയമൊക്കെ നിങ്ങൾ എന്തിനാ കൊടുക്കുന്നേ? മതി. ഒരു 30 സെക്കൻഡിലായിരുന്നു ഞാൻ സമ്മതിച്ചത്. ഭയങ്കര രസമുണ്ട് കാണാൻ. ഒരു രാജാവൊക്കെ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ട്. തൂണിലും തുരുമ്പിലും എന്തായിരുന്നു എല്ലായിടത്തും ഈ മൂലം തിരുനാൾ സുരേഷ് കുമാർ കാണും. സൗഭാഗ്യയുടെ സമയം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. റെഡി? ഇല്ല, ഞാൻ റെഡി ആയി. അറിഞ്ഞു, എനിക്ക് മനസ്സിലായി. സക്കുട്ടി ഇപ്പോഴേ തോക്കണായിട്ട് സമ്മതിക്കണം നല്ലത്. ചുമ്മാ തിരിഞ്ഞു വന്നു. ഇത് എന്റെ ടെക്നിക്കാണ്. റെഡി? ടെക്നിക്. റെഡി? 1 2 3 മ്യൂസിക്. വരും. അങ്ങനെ തന്നെ. രണ്ട് കൈ ഉപയോഗിച്ച് അയ്യോ ഗർഭിണികൾക്ക് ഇത്തിരി പൗളൊക്കെ ആവാം. അതന്നെ നേരെ നിൽക്ക്, അപ്പോഴല്ലേ വരുവുള്ളൂ. റെഡി? അശോകന് ക്ഷീണമാകാം. എനിക്ക് കൂടുതലുണ്ട്. സക്കുട്ടി ഞാൻ പറഞ്ഞേ ഇങ്ങോട്ട് നോക്ക്. എടുത്തു.
വെരി ഗുഡ്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജയിച്ചിരിക്കുന്നു. സൗഭാഗ്യ ജയിച്ചിരിക്കുകയാണ്. വെറും 25 സെക്കൻഡ്സ് കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ഞാൻ എല്ലാത്തിനും ജയിക്കുമെന്ന്. ഞാൻ അങ്ങനെ ചുമ്മാ ഒരു ചാൻസ് കൊടുത്തതാണ്. പിന്നെ ഇവിടെ നിന്ന് ഭയങ്കര ശ്രമമായിരുന്നു. അതെ, അതെ, എന്റെ പരിശ്രമം കൊണ്ട് ജയിച്ചതാ. വെള്ള പരിശ്രമം. അപ്പോ ഈ ഒരു ഗെയിമില് ഭർത്താവായ അർജുൻ ഇങ്ങനെ തോറ്റു. ഭാര്യ വിൻസ് അല്ലേ? Yes. ഭാര്യ വിൻസ് and Husband ഭർത്താവ് lose. lose. അവർ രണ്ടുപേരും ഇങ്ങനെ വിഷമിച്ചാണോ അർജുന് ചിരിക്കണോ കരയണോ ഒന്നും അറിയാതെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാൻ ചിരിക്കുക. അതെ, സൗഭാഗ്യാണ് ഫുൾ ചിരിയാണ്. സൗഭാഗ്യ ഒരു സമ്മാനം ഉണ്ട്, അത് ഞാൻ കൊടുക്കാം. ഇതാണ് സൗഭാഗ്യയുടെ സമ്മാനം. ഇത് ഞാൻ ചവിട്ടണതാ. ഇത് ഞാൻ കൈവച്ച് ഇത് നല്ല അർജുനെന്ന് പറയാനില്ല. ഗർഭിണികൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഉരുട്ടി കളിക്കുന്ന ഗെയിംസ് കളിക്കും. ഇവള് ഉരുട്ടി സ്വന്തമായിട്ട് മറ്റേ ഇതിലായിപ്പോ മറ്റേ ഈ കറങ്ങുന്ന വസ്തുവിലേക്ക് നോക്കുന്നു കറക്കി. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? അപ്പൊ ഇത് അധികം ഉരുട്ടരുത്. ഇത് എവിടെയെങ്കിലും വെച്ചിട്ട് ഇതിന്റെ ഉള്ളിലുള്ള മിഠായി കഴിച്ചിട്ട് ഇത് എവിടെയെങ്കിലും വെക്കും. ഏത് കഴിക്കാൻ പറ്റുന്നതാണോ? ആ, ഇത് എവിടെന്നാ തുറക്കുന്നത്? ഇത് നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ല, ഞാൻ മിണ്ടാതെ വെച്ചിരുന്നിട്ട് ഉരുട്ടി കളിച്ചിട്ട് അവിടെ കുറങ്ങുമ്പോ ഞാൻ തിന്നു. ദേ ഇവിടെ കണ്ട ഇവിടെ. എനിക്ക് നാളെ എൻ്റെ അടുത്ത്, ചേട്ടാ ഒരു കാര്യം അറിയാമോ, ഇതൊന്ന് മറ്റേ സൈക്കിളിൽ അകത്തുള്ള ഓരോരോ സാധനം കുറഞ്ഞു പറഞ്ഞേട്ടാ. അത്ഭുതം. ഇനി അർജുനുള്ള പണിഷ്മെന്റ് എന്താണെന്ന് കേൾക്കണ്ടേ? കേക്കണം. അതുണ്ട്. റിബൺ കയ്യിൽ വെച്ചോളൂ. അത് നേരത്തെ പറയാനുള്ളായിരുന്നു പണിഷ്മെന്റ് ഉണ്ടെന്നുള്ളത്. നമ്മൾ ഇവിടെ ഒരു വിഷ്വൽ കാണിക്കും. ആ വിഷ്വൽ ആദ്യം നന്നായിട്ട് കണ്ടിട്ട് മനസ്സിലേക്ക് ആവാഹിക്കുക ആ ക്യാരക്ടറിന്. എന്നിട്ട് നമ്മൾ ഓഡിയോ മാത്രം ഇട്ട് തരുമ്പോൾ ആ ക്യാരക്ടറായിട്ട് താങ്കൾ ഇവിടെ ജീവിക്കണം. റെഡി? അപ്പൊ തുടങ്ങായി. ഓൾ ദി ബെസ്റ്റ്. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോവും വഴിയല്ല ഈ സീത വരും കൂടെ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോവും വഴിയല്ല ഈ സീത വരും കൂടെ. അതെങ്ങനെയായിരുന്നു?